ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന അനുഭവ സാക്ഷ്യം ഇത് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കണം. ഇത് നിങ്ങൾ കേൾക്കാതിരിക്കരുത്. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പീറ്റർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ അനുഭവ സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കാരണം ഇടുക്കി ജില്ലയിലും അതുപോലെ എറണാകുളം ജില്ല, കോട്ടയം ജില്ല, ഈ ജില്ലകളിലൊക്കെ ഉള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും പോയി ബൈബിളും ട്രാക്റ്റുകളും വിതരണം ചെയ്യുകയും അവിടെയുള്ളവരോട് സുവിശേഷം പറയുകയും ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. 7 കളക്ടർമാർക്ക് അദ്ദേഹം ബൈബിൾ കൊണ്ടു കൊടുക്കുകയും ലഘുലേഖകൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഇവിടെയുള്ള ഇടുക്കി, കോട്ടയം, അതുപോലെ ഉള്ള എറണാകുളം ഉള്ള എല്ലാ ജയിലുകളിലും അദ്ദേഹം സന്ദർശിക്കുകയും സുവിശേഷ വേലയും ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. അതുമാത്രമല്ല, താൻ ഒരു 6 വർഷക്കാലം ഒരു ഭ്രാന്തനെ പോലെ, തലയ്ക്കൊരു മന്ദത ബാധിച്ച് താൻ ഒരു ഭ്രാന്തനെ പോലെ ഈ തൊടുപുഴ താലൂക്കിൽ മുഴുവൻ കറങ്ങി നടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം സൗഖ്യമാക്കി. അതുകൊണ്ട് നിങ്ങൾ ഈ അനുഭവസാക്ഷി മുഴുവൻ കേൾക്കുകയും അതിനുശേഷം നിങ്ങൾ ഈ ദൈവദാസനെ വിളിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അനുഭവ സാക്ഷ്യത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വയമായിട്ട് പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. എൻ്റെ വീട് ഇടുക്കി ജില്ല തൊടുപുഴ താലൂക്ക് ഇഞ്ചിയാൻ എന്ന സ്ഥലത്താണ്, ആലക്കോട് പഞ്ചായത്ത്. എൻ്റെ പേര് പീറ്റർ എന്നാണ്. എനിക്ക് ഭാര്യ ഉണ്ട്, 2 മക്കളുമുണ്ട്. മക്കൾ 2 പേരും പോകാൻ കഴിച്ചുവിട്ടു. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലാണ്. അതെ. പാസ്റ്റർ ഏത് സഭാ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വന്നത്? ഞാൻ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വരാൻ കാരണം കത്തോലിക്ക സഭയിൽ നിന്നാണ് വന്നത്. അതെ, കത്തോലിക്ക സഭയിൽ ആയിരുന്നു. കത്തോലിക്ക പള്ളിയിൽ അച്ഛന്മാരുടെ കൂടെ നിന്ന് കുഷ്ണിപ്പണിയൊക്കെ ചെയ്ത് കുർബാനയ്ക്ക് കൂടി ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് ഞാൻ ഒരു 2-3 വർഷം 3-4 വർഷം ചെയ്തത്. കപ്പിയരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന സന്ദർഭത്തിൽ എനിക്കൊരു സന്തോഷ സമാധാനം കിട്ടിയില്ല. ഈ അച്ഛന്മാർ പറഞ്ഞ ഇതിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പം ഈ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഭയമായിരുന്നു. അപ്പം മിറ്റത്താ സെമിസേരി. അപ്പോൾ എനിക്ക് ഈ സെമിസേരി മിറ്റത്തായതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛോ ഈ സെമിസേരി മിറ്റത്താണ്, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ പേടിക്കണേ, നീ ഇങ്ങോട്ട് വാ, ഇവരുടെയൊക്കെ ആത്മാവിൻ്റെ ഉത്തരവാദിത്തം ഈ മുത്തപ്പന ചെയ്യുന്നത് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി. മാർട്ടിൻ മുത്തപ്പൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു പശ്ചാത്തലം തോന്നി. ദൈവമേ, ഇത് ദൈവത്തിൻ്റെ പരിപാടി അല്ലല്ലോ, ഇത് വെറും കളിപ്പീരാണല്ലോ, ഇതിനകത്തും മാറിയേക്കാന്ന് പറഞ്ഞ് ഞാൻ ഈ അച്ഛൻ കുമ്പസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സ്വോത്രം ഞാൻ പറഞ്ഞങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് എന്നോട് പറഞ്ഞു, നീ എത്രയും വേഗം ഈ കപ്പാനി പണി എത്തി മാറണം എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കത്തോലിക്ക പള്ളി വിടാൻ കാരണം. പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അച്ഛനുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അച്ഛൻ ശവെടുക്കാൻ പോകും, ഞാനും പോകും. അച്ഛൻ കുമ്പസാരിപ്പം അച്ഛൻ അല്പം കഴിക്കും, ഞാനും കഴിക്കും. അങ്ങനെ അച്ഛൻ മദ്യപിക്കും. അച്ഛൻ ഇത്രയും വലിയ കുപ്പി കൊണ്ടുവന്നാണ് കട്ടിനടി വെച്ചിട്ടാണ് കുമ്പസാരിപ്പിക്കാൻ പോകുന്നത് അന്നത്തെ കാലത്ത്, 90 കാലഘട്ടം. അച്ഛൻ മദ്യപിക്കുന്ന കൂട്ടത്തിൽ ബ്രദറും ഞാനും മദ്യപിക്കാം. ഞാൻ രുചി നോക്കിയതാ, ഈ അച്ഛൻ കഴിക്കണമെന്ന് ഞാൻ രുചി നോക്കി. എത്ര വയസ്സുള്ളപ്പോഴാണ് ബ്രദർ? അതിന് എനിക്ക് ഒരു 19 വയസ്സുള്ളപ്പോഴാണ്. 19 വയസ്സുള്ള. അപ്പോൾ 19 വയസ്സ് മുതൽ ഈ പള്ളിയിലെ കപ്പിയാരായിട്ടും പള്ളിയിലെ ജോലിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ സ്ഥിരം മദ്യപിക്കുമായിരുന്നു. ഞാൻ എല്ലാ പിടിയും പെട്ടു. പിന്നെ ഞാൻ ഈ ശബരിമല ഈ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് തീരുമാനമെടുത്തു. അല്ല, അന്ന് ഈ സമാധാനമില്ല. അല്ല, എന്താ ഈ സമാധാന കുറവ്? എന്താണ് സമാധാന കുറവ് അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ അച്ഛൻ പ്രാർത്ഥിക്കും, നമുക്ക് സമാധാനമില്ല. അച്ഛൻ സമാധാനമില്ല എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനൊരു സന്തോഷമില്ല. മനസ്സ് സന്തോഷമില്ല. നമ്മളെന്തോ ഒരു ഊരാക്കുടുക്കിലോട്ട് കുടുക്കി നമ്മളെ അങ്ങോട്ട് ഞെരുക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചങ്കിന് വേദനയായി, പുറത്തെല്ലാം വേദനയായി, മുഖത്ത് അസ്വസ്ഥയായി. ഇതാണ് എനിക്ക് അവിടെ അനുഭവപ്പെട്ട കാര്യം. അത് ഞാൻ അതാണ് ഇറങ്ങാൻ കാരണം, പള്ളി വിടാൻ കാരണം. എന്നിട്ട് ഈ മോക്ഷം തേടി എവിടെയൊക്കെ പോയി? മോക്ഷം തേടി ഞാൻ വൃശ്ചികം 1 മുതൽ ഞങ്ങൾക്ക് മൂലപറ്റം ഭജന ഗ്രൂപ്പുണ്ട്. വൃശ്ചികം 1 മുതൽ ഭജന പരിപാടിക്ക് പോകും. പിന്നെ ഭജന പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ ബാൻഡ് സെറ്റിന് പോകും. ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, തൂക്കം കൊട്ട് ഇങ്ങനെയൊക്കെ കലാപരിപാടിയാക്കിട്ട് നടന്ന് മദ്യവും കഴിച്ച് ഇങ്ങനെ നടന്ന വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു സന്തോഷ സമാധാനം കിട്ടിയില്ല. അപ്പോൾ കത്തോലിക്ക പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വീണ്ടും
ഈ ഹൈന്ദവ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകുന്നു സമാധാനത്തിന് വേണ്ടി അങ്ങനെ 61 ദിവസം നോയമ്പ് നോക്കി ശബരിമലയ്ക്ക് പോകും, മാലയിട്ടു. ഞാൻ ശബരിമലയ്ക്ക് പോയി, അവിടെ നെയ്യഭിഷേകം ചെയ്തു, തിരിച്ച് വന്ന് മാല ഒരു കഴിഞ്ഞപ്പോൾ ഞാൻ 6 കേസിൽ പ്രതിയായ ഞാനവിടെ ശബരിമലയ്ക്ക് പോകുന്നു. 6 കേസ് അടിപിടി കേസാ. വഴക്ക് ഇങ്ങോട്ട് വരുക, വഴക്ക് നമ്മുടെ മുമ്പിലേക്ക് വരും. ഞാനൊന്നും എത്ര ക്ഷമിച്ചാലും നമ്മൾ തത്തിക്കുകയും തെളിവ് പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ മടുക്കുമ്പോൾ നമ്മൾ അടിക്കും. ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അല്ല, ഇങ്ങനെ ഈ വഴക്ക് കൂടാൻ എന്താ ഈ ലോഡിംഗ് പരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ തൊഴിലാളി തർക്കങ്ങളാണോ? അതെന്താ പ്രശ്നം? എന്താ തൊഴിലാളി തർക്കങ്ങളാണ്, തൊഴിൽപരമായ തർക്കങ്ങളാണ്. അപ്പോൾ 2 യൂണിയനാണ്, യൂണിയൻകാർ തമ്മിൽ വിഷയങ്ങളാണ്. അങ്ങനെയാണ് ഈ തർക്കം ഉണ്ടാകാൻ കാരണം. അങ്ങനെ വന്ന ഒരു വലിയ വിഷയം ഉണ്ടായി. അടിപിടി കേസെല്ലാം കുടുങ്ങി. 6 കേസിൽ പ്രതിയായി. എൻ്റെ പഞ്ചായത്തിലുള്ള എൻ്റെ കൂട്ടുകാർ സഹോദരന്മാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ മാലയിടും. അത് കേട്ട് ഞാൻ ഒരു മുത്തുമാല മേടിച്ചണമെന്ന് ഒരു ശിവൻ്റെ അമ്പലത്തിൽ കൊണ്ടുവന്ന് മുത്തുമാല കൊണ്ട് ഇട്ടു. അത് പൂജിച്ച് എൻ്റെ തന്നു. എൻ്റെ കഴുത്തിൽ ഇട്ട പോലെ അന്ന് മുതൽ കണ്ണിന് കാഴ്ചയില്ല, തലയ്ക്ക് ആരും എടുവില്ല. അങ്ങനെ ഞാൻ ഊമനെ പോലെ, ഒരു മത്തനെ പോലെ, ഒരു മാനസിക രോഗിയായി ഏതാണ്ട് 2-3 വർഷം 3-4 വർഷക്കാലം ഈ ലോകത്തിൻ്റെ പിശാചനെ കറക്കി നടത്തി. അപ്പോൾ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. പാടട്ടെ? ലോകത്തിലെ ഓമ ദൈവം പാപത്തിൻ്റെ കുഴിയിൽ മുക്കി 7 കേസിൽ പ്രതിയാക്കി തൊടുപുഴ ജയിലിലിട്ടു. ഊമനാക്കി രോഗിയാക്കി മന്ന ബുദ്ധി പോലെ എന്നെ തൊടുപുഴ താലൂക്കെല്ലാം കറക്കി നടത്തി. അടിപേടിയിൽ കേസിൽ കൊടുക്കി തൊടുപുഴ പോലീസ് വന്നു. പിടികൊടുക്കാതെ ഞാൻ കുത്തി മരിക്കാൻ പോയി. പാപത്തിൻ പരിഹാരം യേശുവിനല്ലാതെ ലോകത്തുള്ള ഒരു ദൈവത്തിനും സാധ്യമല്ല. അങ്ങനെ ഞാൻ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ജയിലിലൊക്കെ പോയി. ജയിലിൽ പോയില്ല, എനിക്ക് കോടതി വിധി വന്നു. എന്നെ കോടതി വിധി വന്നു, ഞാൻ ജയിലിൽ പോകുന്ന എനിക്കൊരു തീരുമാനമായി. അപ്പോൾ ഞാൻ അവധിക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞാൻ കിടക്കുമ്പോൾ ഒരു 2 കലണ്ടർ ഞാൻ വരാൻ മുമ്പിലേക്ക്. അതിൽ എഴുതിയിരിക്കുന്നു, സുവിശേഷ വേല വേണോ, ജയിൽ വാസം വേണോ, ഞാൻ കൺസിഡർ വോട്ട് ചെയ്യണം. ഇതാണ് എന്നെ ദൈവം പിടിച്ചത്. അപ്പം ഞാൻ കാണുവാ, ഇറങ്ങി വരുവാ അങ്ങോട്ട്. ഒരു സ്ക്രീനിൽ ഇറങ്ങി വരാൻ മുമ്പിലേക്ക് ഞാൻ കാണുവാണ് കട്ടിലടിക്കണമെന്നുണ്ട്. പോലീസ് പിടിച്ചിട്ട് നല്ല പേടിച്ച് കിടന്നതാ അന്ന് അടുത്ത. അപ്പം അപ്പോൾ സുവിശേഷ വേല എന്ന് ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടിയപ്പം മറ്റേ കലണ്ടർ തെറുത്തുപോയി. അപ്പോൾ അവിടെ ഒരു കർത്താവ് എന്നെ പണിയാൻ തുടങ്ങി. അങ്ങനെയാണ് അത് 24-25 വയസ്സിലാണ്. 90, 89, 90, 98, 99 ഒക്കെ അത് കാലഘട്ടങ്ങളില്ല. അങ്ങനെ നടന്ന ഒരു സമാധാനമില്ലാതെ കേസിൽ കുടുങ്ങി ജാമ്യമില്ലാതെ കറങ്ങി എല്ലാം ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. സ്വന്തക്കാരും ബന്ധക്കാരെല്ലാം കൈവിട്ടു. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ഞാനൊരു ഗാനം എഴുതി. തൊടുപുഴ കോടതിക്കുള്ളിൽ അകപ്പെട്ടു പോയ നേരം കോടതി ജഡ്ജി പറഞ്ഞു ജാമ്യമില്ലെന്ന്. 22 ദിവസം മൂവാറ്റുപുഴ സബ് ജയിലിൽ റൊമാൻറ്റിക് കഴിയണമെന്ന് കോടതി പറഞ്ഞപ്പോൾ ഇരുമ്പറയ്ക്കുള്ളിലിരുന്ന് ഹൃദയം പൊട്ടി വിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവമിറങ്ങി ജാമ്യമെഴുതി. ഞാൻ ജാമ്യം എഴുതുക, ഞാൻ ജാമ്യം എഴുതാൻ കാണുവാണ്. തുളയുള്ള കൈ. 4 വക്കീലന്മാർ കുന്നംകോട്ട് 4 തൊഴുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീൽ ഒരു അടിപിടി കേസ് സഹോദരൻ കൈ ഒടിഞ്ഞു പോയി. കൈപ്പോയി ഇന്നത്തെ ജാമ്യമില്ല. ഒറ്റ സാക്ഷ്യം പറഞ്ഞാൽ 10 കഠിനടവാ സാക്ഷ്യം പറഞ്ഞാൽ ഒറ്റ കൈ ഒടിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ സന്ദർഭത്തിൽ ഈ ദർശനം കണ്ടപ്പോൾ ഞാൻ കർത്താവേ, ഞാൻ നിനക്കായി ജീവിച്ചോളാം കർത്താവേ എന്ന് ഞാൻ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ സകല ശാപങ്ങളും സ്വർഗത്തിൽ ദൈവം അങ്ങോട്ട് മാറ്റി. പിന്നെ ഞാൻ പ്രാർത്ഥന സംബന്ധമായിട്ട് അങ്ങ് പോകാൻ തുടങ്ങി. ബൈബിൾ സംബന്ധമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ ഡ്രമ്മും സൈഡിലൊക്കെ താളമേളൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പരസ്യമൊക്കെ ആയി അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അങ്ങ് നടക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം എന്നെ അങ്ങ് ഉയർത്തി. ഇങ്ങനെയാണ് ഇതാ സംഭവം. എന്നിട്ട് കേസിൻ്റെ അവധിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസിൻ്റെ അവധി 3 വർഷം 4 വർഷം ഞാൻ നടന്നു. ലാസ്റ്റ് 4 വക്കീലന്മാരുടെ ഓഫീസിൽ നിന്ന് നിയമത്തിൻ്റെ പുസ്തകം, ഈ കട്ടിയുള്ള പുസ്തകം 2 തോളയിലും 2 കക്ഷത്തിലുമായി ഞാൻ 6 വർഷം 5 വർഷം വിചാരണം നടത്തി തൊഴിൽ പാലത്തക്കടയും. ലാസ്റ്റ് ഞാൻ പാലത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കർത്താവേ, ഈ ശാപം എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റണോ. ഞാൻ അന്ന് സ്നാനപ്പെട്ട് നിനക്കായി ജീവിക്കുന്ന തീരുമാനമെടുത്തു. അവിടുത്തെ തീരുമാനത്തിൽ കർത്താവ് എനിക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ 6 വർഷം ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കുക ഇത് ഭ്രാന്തനെ പോലെ നടന്ന് ഊമനാക്കി രോഗിയാക്കി മന്യപുത്ത പോലെ ആക്കിയപ്പോൾ
ഞാൻ പള്ളികളിൽ ഇപ്പോൾ അച്ഛന്മാർ തലയ്ക്ക് പിടിച്ചു, അച്ഛന്മാരുടെ ഭാഷ ഒരു വിടുതൽ കിട്ടിയില്ല. ലാസ്റ്റ് മൂലമറ്റ ന്യൂണ്ടി ചർച്ചിൽ ഒരു ഉപവാസപാത 5 ദേവവാസന്മാരുടെ അടുക്കൽ പോയി വിവരം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവരെ തലയിൽ കൈവച്ച് സാധിച്ചവൻ കെട്ടുപൊട്ടി ചെതറിപ്പോയി. അങ്ങനെ വിടുതലുണ്ടായി. ഒരു വിടുതലുണ്ടായി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വിടിവിച്ച് കർത്താവ്. അങ്ങനെയാണ് ഈ വിശ്വാസ കോടതി പറഞ്ഞത്. അപ്പോൾ അനിയൻ ശരീരത്തിൽ നിന്നെന്തോ ഊരുണ്ട്, ഈ പരപ്രവർത്തനം പാട്ടിറങ്ങുമ്പോൾ ശരീരത്തിനൊക്കെ എന്തെങ്കിലും ഊരുണ്ടിറങ്ങിപ്പോയി. ഒരു പ്രത്യേക രീതിയിൽ എന്നെ അങ്ങോട്ട് നടത്തി ദൈവം. അപ്പോൾ ഇങ്ങനെ ഒരു പിശാച് ബാധിതനായി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുമായിരുന്നോ? വീട്ടിൽ പോകില്ല. വീട്ടിൽ പോയ ഭാര്യ മക്കൾ അവരെ കൊണ്ടുപോയി. കേസ് വന്നപ്പോൾ അവരെ ആങ്ങളമാരൊന്നും കൊണ്ടുപോയി. അല്ല, അവരെ പിടിച്ചോണ്ട് പോകും. IPC 326 ജാമ്യമില്ല. അപ്പോൾ അവരെ പിടിച്ചോണ്ട് പോകും. അങ്ങനെയാണ് ജാമ്യമില്ല. പഞ്ചായത്തുകാർ വെറുപ്പെട്ടു, സ്വന്തക്കാർ വെറുത്തു, സകലരും വെറുത്തു, സകലരും തള്ളിക്കളഞ്ഞ് ഞാൻ ഒരു പിച്ചാത്തി എടുത്ത് തേച്ച് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, നാട് വെറുത്ത്, സ്വന്തക്കാർ വെറുത്ത്, കൂട്ടുകാർ വെറുത്ത്, സകലം തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ പിച്ചാത്തി കൊണ്ട് ആത്മഹത്യ പോയവനാണ്. പിച്ചാത്തി ഊരി ചങ്കത്ത് വെക്കാൻ നേരത്ത് കത്തി ഊരിയപ്പോൾ മാർത്തട ഓടിയപ്പോൾ കർത്താവിൻ്റെ കൈ വന്ന് ഒറ്റ തട്ടടിച്ച് കൈക്കിട്ട് കത്തി തെറിച്ചു പോയി. ആ മരത്തെ കമ്പില്ല, ഒരു ചിലയില്ല, ഒന്നുമില്ല. ദൈവനെ വിളിച്ചവിടെ എന്നിട്ട് പറഞ്ഞു, മകനെ എന്നൊരു ശബ്ദം കേട്ടിയാൻ, മകനെ നിൻ്റെ പേരും ജീവസിൽ ഇരുന്നിട്ട് സംസാരം കേട്ടു. ആ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്ററെ പുറത്തേക്ക് മണൽ വാറി എറിയുന്ന പവറിങ്ങാണ് എൻ്റെ സ്ഥലത്തെ ആ തരങ്ങൾ വന്ന് പുറത്തേക്ക് അത്ര പവറിങ്ങാണ് വന്നത്. അങ്ങനെ ദൈവനെ വിളിച്ചു. കൈ പിടിച്ചാൻ കുത്താണ്ട് മരിക്കാൻ പോയി മരത്തിൻ്റെ ചോടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഊരി കുത്താനായിട്ട് ഒറ്റ കുത്തിന് വലിച്ച് മരിക്കാൻ നിൽക്കുമ്പം കുത്തി പിച്ചാത്തി കൊണ്ട് വെച്ചു. കുത്തി താത്തി വലിക്കാൻ പോയിട്ട് വലിക്കുമ്പം ഒരൊറ്റ അടിയെ കൈക്കിട്ട് ആ ഒറ്റ അടി അടിച്ചിട്ട് മകനെ ഒരൊറ്റ വിളി വിളിച്ചെന്നെ. അത് ആരുമില്ല പക്ഷേ ഒരു മരത്തിന് ഉണക്കക്കമ്പില്ല, ഒരു ഇലയില്ല, ഒന്നുമില്ല. ഞാൻ പേടിച്ചു പോയി ഈ ശബ്ദം കേട്ടപ്പോൾ. ആ ഒറ്റ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഭാരം ഭയപ്പാട് പോയി. എന്നെ അലട്ടിക്കുന്ന ശത്രു അവിടെ വിട്ടുപോയി. ഉടനെ ഞാൻ ഹൃദയം കൊണ്ട് കാണുവാണ് എന്നെ കൊല്ലുവാൻ കൊണ്ട് പിശാചിനെ ദൂതന്മാർ ഇറങ്ങി ഇങ്ങനെ ലാത്തിചാർജ് നടത്തണം. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും, ദർശനം കാണും. അവിടെ പകല് ദർശനം ഞാൻ കണ്ടവിടെ. ഇങ്ങനെ എന്നെ വിളിച്ചത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു അവിശ്വസനീയമായിട്ട് തോന്നും. ആളുകൾ വിശ്വസിക്കല്ല. ഇങ്ങനെയാണ് ഞാൻ വിശ്വാസ കോടതി വന്നത്. ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നൊരു വ്യക്തി, കത്തോലിക്ക പള്ളിയിൽ കപ്പ്യാരായിരുന്ന ഒരു വ്യക്തി, കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അച്ഛൻ കുർബാന കൂടുകയും അപ്പോൾ തന്നെ മദ്യപിക്കുകയും ചെയ്യും. അച്ഛൻ പറഞ്ഞു, എടാ നമ്മൾ ഇവരുടെയൊക്കെ പാപം കേൾക്കുമ്പോഴേ ഞാൻ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് ചെന്നെങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അച്ഛനോട് പറഞ്ഞാ പക്ഷേ പറഞ്ഞ അച്ഛൻ വികാരി അച്ഛൻ അല്ല, എനിക്ക് നിൽക്കാൻ പറ്റിയല്ല, നീ ആരും പറയരുത്. അച്ഛൻ പള്ളിയിലച്ഛൻ പറയാണ്, പള്ളിയിലെ വിശ്വാസികളുടെ പാപം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെപ്പാടെ തകർന്നു പോകുകൊണ്ട് 2 കുപ്പി അടിക്കില്ലെങ്കിൽ പാപം താങ്ങാനുള്ള കെൽപ്പില്ലെന്ന്. പാപം താങ്ങാനുള്ള കെൽപ്പില്ലെന്ന് പള്ളി ഭയങ്കര സാക്ഷിയാവട്ടെ. അത്രയ്ക്ക് വലിയ പാപമാണ് പള്ളിയിലച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും കപടമാണ്, ഇത് പിശാചിൻ തന്ത്രമാണ്. നമ്മൾ ഈ പുഴ കൂടെ നടന്നാൽ നമ്മൾ ശിക്ഷാവിധിയിൽ പോകുന്ന ഒരു പശ്ചാത്തലം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അങ്ങനെ ഞാൻ മൂലമറ്റം മണപ്പാടി ആറ്റിൽ രക്ഷ ഈ കേസെല്ലാം അവധി കഴിഞ്ഞ് ഞാനൊരു 7 ദിവസം ഉപവാസപ്രദം നടക്കുക. അപ്പോൾ ഞാൻ രക്ഷയുടെ മാർക്കം തേടി മൂലമറ്റ നോയിൻ്റെ ചർത്തിൽ പ്രാർത്ഥിക്കാനായി ഞാൻ അകത്തു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ ബന്ധനശാപമെല്ലാം പൊട്ടിച്ചെതറിപ്പോയി. അങ്ങനെ ഒരു വലിയ വിടുതൽ എനിക്ക് ആ ദൈവവാസന്മാരുടെ നടുവിൽ പരിശുദ്ധാത്മ എന്നെ കുടയാനിടയായി. അങ്ങനെ അവരൊക്കെ പേടിച്ചു പോയി. ഞാൻ ആവശ്യത്തിൽ നിന്ന് അവർ ആരാധന വെളിപ്പെട്ടു ഫാസ്റ്റേ. ഞാൻ നല്ലൊരു പവറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പേടിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇനി ഭാര്യ വേണ്ട മക്കളുടെ അവർ പൊക്കോട്ടെ, ഇതാരും വേണ്ട, ഇനി ഒത്രയും ഭാഗം സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരണമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ഈ 3 ദിവസക്കാലം ഞാൻ ന്യൂൻ്റെ ചർച്ചിൽ തമ്പി അവിടെ ഉപവാസം എടുത്തപ്പോൾ തമ്പിച്ചാൻ മരിച്ചുപോയി. തമ്പിച്ചാൻ്റെ കൈക്കീഴെ ഞാൻ മണപ്പാടി ആറ്റി സ്നാനം വിട്ടു. പാപത്തിൻ്റെ കരയും ചെളിയും കഴുകി കളയുവാനായി മൂലമറ്റം മണപ്പാടി ആറ്റിൽ സ്നാനമേറ്റപ്പോൾ കണ്ണിനു കാഴ്ച നൽകി തീരാത്ത രോഗം മാറി ഇരുട്ടിൽ നടന്ന ഞാൻ വെളിച്ചം കണ്ടു. ഇങ്ങനെയാണ് ദൈവനെ ഭയങ്കര അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഈ കേൾക്കുന്നത്. ഇങ്ങനെയാണ് ദൈവനെ വിളിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്താണ് ഭാഷ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്തത്? എന്താണ് സുവിശേഷ പ്രവർത്തനം ആദ്യ സ്റ്റെപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നോട് ഈ മാനസാന്തരപ്പെട്ട കാര്യമൊന്നും ഭാര്യയും പിള്ളേരൊന്നും അറിഞ്ഞിട്ടില്ല. എന്നോട് തൊടുവെ ന്യൂണ്ടി ചർച്ചിൽ ഇങ്ങനെ ഒരു ഉപവാസപാത ചെന്നപ്പോൾ കർത്താവ് എനിക്കൊരു സൂക്കേസ് എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞ്
ഈ സൂക്കേസ് കൊണ്ട് പോയി നീ മേലുകാവ് സൊസൈറ്റി പോയി ബൈബിളും ലഗയിലേക്ക് എടുത്ത് ഇടുക്കിയിലെ 38 പോലീസ് സ്റ്റേഷൻ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കേസിൽ പ്രതിയായി അതിലേക്ക് പോയിക്കൊണ്ടേ കർത്താവേ, ഇവരെന്നെ പിടിച്ച് ഇടിക്കും, അവരെന്നെ അടിക്കും എന്നൊക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞു. എന്നാലും കർത്താവ് പറഞ്ഞ്, നിൻ്റെ കൂടെ ഞാൻ ഇരിക്കും, നീ പോകുന്നിടത്താണ് നിന്നോട് കൂടെ ഉറുപ്പം ധൈര്യത്തോടെ പോകാൻ പറഞ്ഞു എൻ്റെ കർത്താവ്. ഒറ്റ സംസാരിച്ചു. പിന്നെ ആ സൂക്കേസും കൊണ്ട് ഞാൻ മേലുകാവ് സൊസൈറ്റി പോയപ്പം അവർ തിരുമേനെ കണ്ട് തിരുമേനി 5 വേദോസം എനിക്ക് എടുത്തു തന്നു. ചുമൽ മരിച്ചു പോയി. എന്നോട് പറഞ്ഞു, ഈ വേദം അന്ന് 15 ഉള്ളൂ, ഈ വേദവസ്തം പിന്നെ ചായ കുടിക്കുന്നത് ആർക്കും കൊടുക്കുകയും ചെയ്യരുത്, ഐതേ കുടുംബത്തിൽ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ വേദവസ്തവും ഐതേ കുടുംബത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അവരുടെ വീട്ടുപേരും പേരൊക്കെ മേടിച്ച് ഇതെല്ലാം കണ്ടു കൊടുത്തു. അന്നേരം ഒരു മഞ്ഞ താക്കോലേക്ക് എടുത്ത് തന്ന് ഒരു മുറി തുറന്നു വന്നു. രവിലേക്കും ബൈബിളും ഇഷ്ടംപോലെ. അങ്ങനെ ഇടുക്കി ജില്ല 38 പോലീസ് സ്റ്റേഷൻ സബ് ജയിലും ഞാൻ സൂക്ഷിച്ചു തീർന്നു. ഇടുക്കി ജില്ലയിൽ 38 പോലീസ് സ്റ്റേഷൻ പോയി സൂക്ഷിച്ച് അതിനുശേഷം കർത്താവ് പറഞ്ഞ് പ്രമോഷൻ തന്ന് എറണാകുളത്ത് ഞാൻ 8 പ്രാവശ്യം തൊഴിൽ പോയപ്പോൾ ഞാൻ എറണാകുളം സകല സ്റ്റേഷനിൽ തീർന്നത്. 8 പ്രാവശ്യം തൊഴിൽ പോയപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ തീർത്തേപ്പന്നെയാണ് ജൈനാനുഭവം വന്നത്. തീർത്തേപ്പന്നെയാണ്. ഇതെല്ലാം വണ്ടിക്കൂലി എന്നെ സാമ്പത്തികം തന്നത് ന്യൂൺ ചർച്ചിലെ വിശ്വാസികളാണ് സഹായിച്ചെന്നെ. അവരെ സഹായിച്ചു. അപ്പോൾ ഈ പാസ്റ്റർ ഇടുക്കി ജില്ലയിലുള്ള സകല പോലീസ് സ്റ്റേഷൻ 38 പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ട്രാക്ട് കൊടുക്കുകയും സുവിശേഷം പറയുകയും ചെയ്തു. ഞാൻ പറയും അവരോട്, സാറേ 2 ജയിലിലും 2 ജയിലും ഞാൻ പറയും, സാറേ ഇത് സുവിശേഷമാണ്, ഇത് വായിച്ച് പ്രാർത്ഥിക്കണം. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു വചനെടുത്ത് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാമെന്ന് പറയും. അവർ ചിരിക്കും. എന്നാൽ അവർ സർക്കിൾ പറയും, അകത്തേക്ക് അവർക്ക് സഹോദരന്മാരും കൊടുത്തിട്ട് പോകാൻ പറയും. അപ്പോൾ അങ്ങനെ അവർ പ്രാർത്ഥിക്കും, അവർ കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാജാക്കാട് പോലെ ചായ മേടിച്ചെന്ന് വണ്ടിയെ കൊണ്ടുവന്നു. ഇപ്പം ദിനദോതിക മനോജപ്രകം ഇപ്പം പുള്ളി അന്ന് ഇടുക്കിയിൽ പോലീസ് സൂപ്പറുണ്ടാ. ഞാൻ മേലുകാവ് ചെന്ന് ബൈബിൾ മേടിച്ചിട്ട് ഞാൻ ഇടുക്കി ജില്ല മനോജപ്രം അന്ന് പുള്ളി പോലീസ് സൂപ്പറായിട്ട് ഇടുക്കി ഇരിക്കുക. ഞാൻ ചെന്നു, കയറി ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഞാൻ കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നു. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ വലിയവനാ ദൈവം ബഹുമാനപ്പെട്ട സാറിന് ബൈബിൾ തന്ന് തരാമെന്നാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. പുള്ളി ആ സാറ് ആ നിമിഷം തന്നെ പത്തനംതിട്ട ആ ശ്രീലയെ വിളിച്ചു. ആ നിമിഷം തന്നെ വിളിച്ച് ഞാൻ ശ്രീലേഖ ഇന്ന ദിവസം ചെല്ലാമെന്ന് പറഞ്ഞു പോയി. ഞാൻ അവിടെ ചെന്നപ്പം ആ ശ്രീലേഖ എന്ന് പോലീസ് സൂപ്രണ്ടാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബൈബിൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാത്തി പറഞ്ഞു, സന്തോഷമായി. ഞാൻ പറഞ്ഞു, ദൈവം തന്നുവിട്ടതാണ്, സാറ് വായിച്ച് പ്രാർത്ഥിക്കാൻ. എനിക്ക് അവിടെ ചായയും വരുന്ന ബോളിയും മേടിച്ചെന്നവർ. സ്റ്റേഷന് പിറ്റേ ആഴ്ചയിൽ ഞാൻ എറണാകുളം IG ഹരികുമാർ സംഘ ഐജിയുടെ മുറി ചെന്ന് ബൈബിളുമായിട്ട് ഇതെന്നാ ഭാഷയെന്ന് ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ വലിയവനാ ദൈവം ബഹുമാനപ്പെട്ട സാറേ, സാറിന് ബൈബിൾ തന്നു വിട്ടതാ, ലോകം തീരാൻ പോവുക, മറ്റൊരു രക്ഷയിൽ രക്ഷിക്കപ്പെടാൻ മറ്റൊരു രക്ഷയിലും പറയുക, അതിനൊക്കെ അങ്ങ് പറഞ്ഞു. ആ ഇരിക്കാൻ പറഞ്ഞിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാ ഭാഷ എന്ന് പറഞ്ഞു. പേര് വിറ്റർ ജില്ല മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് മുട്ടത്ത് ലക്ഷ്മിക്കുട്ടി അമ്മ നായർ ശ്രീയ കോടതി 5 മിനിറ്റോളം ബൈബിൾ കൊണ്ടിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പം കോടതി ചോദിച്ചു, ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ വലിയവനാ ദൈവം ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു ബൈബിൾ തരാമെന്നാന്ന് പറഞ്ഞു. ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. മേടിച്ചു. ലക്ഷ്മിക്കുട്ടി അമ്മ പൊട്ട് തൊട്ട് 2 പൊട്ടും. എൻ്റെ കാങ്ക പിതാവിനും പുത്രനും വെക്കുക. എൻ്റെ കാങ്ക എന്നിട്ട് മേശപ്പുറത്തേക്ക് ഒരു താക്കോല് ഒരു നോട്ട് എടുത്തിട്ട് ഭാഷയുടെ പേരെന്നാ പീറ്റർ, എത്ര രൂപ വേണം കൊണ്ടു തന്നെ കർത്താവ് ചെയ്ത് പറഞ്ഞ് പൈസ മേടിക്കരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടൊന്ന് ആരെങ്കിലും ശബ്ദം കേട്ട് വാതിലെ തുറന്നാൽ ഞാൻ അടുക്കച്ചാൻ അവനോടൊരു അത്താഴി ഹൃദയം തുറന്ന് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്ര പറയാൻ നമുക്ക് സമയം കിട്ടുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു. ആ ബൈബിളിൽ പറയാണ്, ഇതുപോലെ വേദപുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കോടതി ഞാൻ ന്യായീകരിക്കുന്ന പുസ്തകം ഇത് വേറെയാണ്. അത് ഞാൻ ഇത് സത്യവേദ പുസ്തകമാണ്, പരിശുദ്ധാമ എവിടെ എഴുതിയ പുസ്തകമെന്ന് പറഞ്ഞു. ഈ പുസ്തകം സാറിന് ന്യായീകരിക്കുമെന്ന് പറഞ്ഞു. അത് ഊതിയാൻ പറയും മുഖത്ത്. അങ്ങനെ എല്ലാ ചർച്ചിലാളുകൾ എല്ലാവരും ഞാൻ ദൈവം കാര്യം തുറന്നു പറയും ഭാഷ. അങ്ങനെ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെയൊക്കെ. പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാ പല സ്ഥലങ്ങളിലും വിളിക്കും. ഞാൻ താളമേളൊക്കെ വായിക്കാനൊക്കെ പോകും. താളമേളം കൊണ്ട് പോകും. ഉപവാസ പ്രാർത്ഥനയൊക്കെ ഇവിടെയൊക്കെ ഞങ്ങളെ വായിക്കുന്നത്. താളമേളം കൊണ്ട് ഇപ്പോൾ അവർക്ക് നല്ല അരങ്ങുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പ്രാർത്ഥന ഇങ്ങനെ വിളിക്കുക. അങ്ങനെയൊക്കെ പോയി നമ്മൾ കാര്യങ്ങൾ ദൈവം നടത്തിക്കൊണ്ട് പോകണം, പട്ടിണി കൂടാതെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. ഞാൻ 96 ഇറങ്ങിയതാണ്. 94 സ്ഥാനപ്പെട്ടു. 94 മുതൽ കർത്താവിന് വേലയ്ക്ക് ഫുൾ പവറിങ് ആയിട്ട് 30 വർഷമായി. 30 വർഷത്തിനുള്ളിൽ എറണാകുളം 58 പോലീസ് സ്റ്റേഷൻ, ഇടുക്കി ജില്ല 48 പോലീസ് സ്റ്റേഷൻ, പിന്നെ കോട്ടയം 50 പോലീസ് സ്റ്റേഷൻ. ഇത്രയും പോലീസ് സ്റ്റേഷനിൽ ക്യാമ്പിലൊക്കെ എന്നെ ദൈവം ബൈബിൾ എത്തിക്കാൻ ഞാൻ ഉപയോഗിച്ചു. ഇത്രയും വേല ചെയ്ത് ദൈവം ജയിപ്പിച്ചു. ആരും വിളിക്കാത്ത ആരും തരാത്ത ഒരു ശുശ്രൂഷയാണ് കർത്താവ് എനിക്ക് തന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ സുവിശേഷ വേല ചെയ്യുന്ന പല പാസ്റ്റർമാരെ ലോകം അറിയുന്നില്ല. ഇല്ല. പല കൺവെൻഷൻ പ്രസംഗകരെയൊക്കെ ആളുകൾ അറിയുന്നു, അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആളുകൾ കാണുന്നു. ഗാനങ്ങളൊക്കെ പാട്ടൊക്കെ എഴുതും, സംഗീതങ്ങളൊക്കെ പാട്ട് എഴുതും. ഗാനങ്ങളൊക്കെ പാട്ടൊക്കെ പോകുമ്പോൾ വെച്ചിരിക്കുക. നല്ല ആത്മ ഗാനങ്ങളൊക്കെ പാട്ട് എഴുതും. ഞാൻ 2 മണി 1 മണിയൊക്കെ രാത്രി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു ഗാനം എഴുതാൻ
എനിക്ക് വിദ്യാഭ്യാസം പരിജ്ഞാനം ഇല്ല കർത്താവ്. ഞാൻ കരയുമ്പോൾ ചെവിയിലെ ടൂണ് മൂളും. ടൂണ് ഞാൻ ഏറ്റ് പദങ്ങൾ എഴുതുന്നതാണ് പാസ്റ്റർ. അങ്ങനെ പാട്ടുകൾ 10-12 പാട്ടുകൾ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക, സംഗീതങ്ങൾ തന്നെ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് പാടാറുണ്ട് ഞാൻ. അതുങ്ങളിൽ പോകും. എൻ്റെ പാട്ടുകൾ എല്ലാവർക്കും സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് താലന്തകൾ കർത്താവിനെ വേണ്ടി ജീവിക്കാൻ സകലതും വിട്ടുകളഞ്ഞപ്പോൾ ദൈവം നമ്മളെ കരങ്ങെടുക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇനി മറ്റൊരുത്തരും രക്ഷയില്ല. ഇനി കർത്താവിൻ്റെ കൂടെ പോകാതെ മറ്റേ കൂടെ പോയി നമ്മൾ മണ്ണഴി പോകുന്ന മനസ്സിലായി. അതുകൊണ്ട് എന്ത് വന്നാലും ഏത് വിഷയം വന്നാലും കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ പോകണമെന്നുള്ള ഒറ്റ തീരുമാനമാണ് ഞാൻ ദൈവമായിട്ട്. ഇന്നിപ്പോൾ എനിക്ക് 5-6 കുടുംബമുണ്ട് അവിടെ. ഞാൻ 1 വർഷമായി സുസ്ഥിരമോ തുടങ്ങിയിട്ട് ഞാൻ പൊതുതുറയ്ക്ക് പോകുന്ന ചർച്ചകളിൽ പോകും. അതാണ് എനിക്കിഷ്ടം. പിന്നെ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാറ് എന്നെ ചുമതല ഏൽപ്പിച്ച് അവിടെ ചർച്ച വേണം, പക്ഷേ ഒരു ചർച്ച കൊണ്ട് നമ്മൾ മാനിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം 6 കുടുംബമുള്ള ചർച്ചിൽ ചെറുതോണിയിൽ ടൗണിനടുത്ത് പാർസൺ അക്കരെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ കവല പ്രസംഗങ്ങൾക്കൊക്കെ പോകാറുണ്ട്. പരിശോധന പോകാറുണ്ട്. പോലോത്തിന് മുമ്പേ സാറ് ഏറ്റവും സുവിശേഷം അറിയിപ്പിൻ. വിശ്വസിക്കാതെ ആണമക്കം ചെയ്ത് രക്ഷിക്കപ്പെടും. വിശ്വസിക്കാതെ ശിക്ഷപത്തിൽ അകപ്പെട്ടു പോകും. ദൈവമക്കളെ ഞങ്ങളുടെ കടന്നു വരാൻ കാരണം ഞങ്ങളൊക്കെ മദ്യത്തിനും മയക്കുമെന്നൊക്കെ ജീവിച്ച് സന്തോഷ സമാധാനം ഞങ്ങൾ ജീവിച്ച ദൈവമക്കളായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തുക. എന്നാൽ കർത്താവിനെ പിടിച്ചോ, മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ യേശു നാമമില്ല. കർത്താവ് മാത്രം രക്ഷയും മാറും. ദൈവമില്ല എന്ന് ഞങ്ങളങ്ങ് തറിയതങ്ങ് പറയും. അപ്പോൾ ആൾക്കാർ കേൾക്കും. അതുപോലെ ഇടയ്ക്കൊരു പാട്ടും പാടും. ഞങ്ങൾ 2 പേരും 3 പേരെ ഞങ്ങൾ മാറി പോകുന്നത്. അപ്പം 3 പേര് അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കും. അങ്ങനെ ഞങ്ങൾ 30 വർഷമായിട്ട് ഈ പാസ്റ്റർ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള പ്രവർത്തന മേഖലകളിൽ ആയിരിക്കുക. റോഡുകൾ, കവലകളിൽ, വഴിവക്കുകളൊക്കെ ഒന്ന് പ്രസംഗിക്കും. അതുപോലെ പോലീസ് സ്റ്റേഷൻ, ഇപ്പം കോട്ടയം, ഇടുക്കി, എറണാകുളം 58 പോലീസ് സ്റ്റേഷൻ, എല്ലാ പോലീസ് സ്റ്റേഷനിലും പാസ്റ്റർ പോയിട്ടുണ്ട്. ഞാൻ കോട്ട കൊച്ചിലാണ് തീർത്തത്. കോട്ട കൊച്ചിൽ 8 പ്രാവശ്യം തുടർന്ന് ബൈബിളും കൊണ്ട് പോയപ്പോൾ ഞാൻ തീർത്തത്. ഒരു ദിവസം ഒരു 3 പോലീസ് സ്റ്റേഷനെ പോകാൻ പറ്റുള്ളൂ. അപ്പം വൈകുന്നേരം തിരിച്ചു പോരും. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പോകുന്ന വ്യവസ്ഥയില്ല. അതിനിപ്പം തിരിച്ചു പോരും. അങ്ങനെ ഞാൻ 8 പ്രാവശ്യം തൊടുപുഴയിൽ നിന്ന് ഞാൻ പോയി. പിന്നെയാണ് എറണാകുളം 58 പോലീസ് സ്റ്റേഷൻ തീർന്ന് എനിക്ക് കർത്താവ് എൻ്റെ സംസാരിച്ചതിനോട് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ നല്ല പ്രതികരണമാണോ ലഭിക്കുന്നത്? മൂവാറ്റുപുഴ മാത്രം ഒരു SI സംസാരിച്ചു എന്നോട്. അപ്പോൾ എൻ്റെ ഉടുപ്പേ വചനം ഉണ്ടായിരുന്നു. യേശു പറഞ്ഞ എൻ്റെ കറുവ് മതി, ഞാൻ വചനം വെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്നെ വട്ടാണ്ടാന്ന് ചോദിച്ചു. ഞാൻ സാറേ ഇത് വട്ട് പോണ പരിപാടിയാണെന്ന് പറഞ്ഞു. സാറിന് വേണോ, സാറിന് പ്രാർത്ഥിക്കുക എൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു. മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്ക് കമ്മാന്നൊരഷ്ടം മിണ്ടിയിട്ടില്ല. എന്നെ ചെല്ലുമ്പോൾ വാദിക്കുന്ന പാറാവുകാരൻ എന്നെ കൂടപ്പുറമാലെ കൊണ്ടുപോയി സർക്കിളിലേശം എടുത്ത് കൊണ്ട് ഇരുത്തി പറയിച്ചെന്നെ കൊണ്ടുവിടും. അങ്ങനെ എന്നെ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പാസ്റ്റേ. ഞാൻ പറഞ്ഞു, കർത്താവിന് വിദ്യാഭ്യാസം പരിജ്ഞാനമില്ല കേട്ടോ. അവരുടെ മുമ്പിൽ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവ് മുമ്പിൽ പ്രവൃത്തി ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം അവരുടെ മുമ്പിൽ എന്നെ നിർത്തിക്കൊണ്ട് പോവുക. ഇങ്ങനെ പക്ഷേ എനിക്കത് വേല ചെയ്യാത്ത ഭയങ്കരം എനിക്ക് സന്തോഷം. അങ്ങനെ വേല ചെയ്യാത്തതുകൊണ്ട് ഇനി ഇടുക്കിയിലേക്ക് തീർത്തു, എറണാകുളം തീർത്തു, കോട്ടയം തീർത്തു. ഇനിയിപ്പോൾ അടുത്ത ജില്ലയിൽ പോകണമെങ്കിൽ നമുക്ക് അതിന് സാമ്പത്തികം വേണം. ജില്ലയിൽ ഇവിടെ എന്നാ ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. എന്നാ നെടുങ്കണ്ടത്തൊരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ ഒരു 10-20 ബൈബിളും ലഹലയായിട്ട് കയറി ചെല്ലുമ്പോൾ സർക്കിളും SI ഒക്കെ ലൂട്ടിക്ക് പോകാൻ ഇറങ്ങി വരുമോ, വണ്ടി കൊണ്ട് ഇറങ്ങി വരുവാ. ഇതെന്നോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ കൊണ്ടുവരാ പറഞ്ഞു. കൊടുത്തു. ഇന്നൊരു കാര്യം ചെയ്യ്, ഇതാ ഉളഞ്ഞതാ. എന്നിട്ട് അകത്ത് വനിതാ പോലീസ് ഇവിടെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ചിലപ്പോൾ 6 വനിതാ പോലീസ് ഇരിപ്പുണ്ട്. ഞാൻ ചെന്ന് ഇവരെ എഴുന്നേറ്റ് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞു, സാറേ ദൈവം വലിയവനാ സാറേ. നിങ്ങൾ ഏത് കഷ്ടങ്ങളും ദുഃഖങ്ങൾ ഏത് പ്രയാസത്തിൽ കടന്നു പോയാലും, നിങ്ങൾ തകർന്ന് കുടുംബം ദൈവം തകർന്നു പോയാലും, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഏത് മരാമത്തോടെയും ദൈവന്മാർ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവ സാറന്മാരെ, അതുകൊണ്ട് കർത്താവിനായി ജീവിക്കണം, കർത്താവിനെ ഏൽപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഒരു പോലീസുകാരെ കണ്ണു നിറഞ്ഞ് എൻ്റെ കാങ്ങ തന്നെ ജൂണിപത്ര കണ്ണീരിയാടി കൊടുക്കും. ഇങ്ങനെ ഒക്കെ നല്ലതാണ് എൻ്റെ ശുശ്രൂഷ. അങ്ങനെ ഇതുവരെ നമ്മൾ 30 വർഷത്തെ ശുശ്രൂഷ രംഗങ്ങളിൽ ഒരുപാട് മേഖലയിൽ പാസ്റ്റർ എത്തപ്പെട്ടു. പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ ഉപവാസ പ്രാർത്ഥന, പാട്ടുകൾ, പരിപാടി എല്ലാം ഞാൻ ഡ്രമ്മ് സെറ്റൊക്കെ പോകും. അങ്ങനെ താഴ്ന്നല്ല, എനിക്ക് താഴ്ന്നല്ല ദൈവം തന്നിട്ടുണ്ട്. ഞാൻ കലാപരിപാടി ജീവിച്ച താഴ്ന്നല്ല ദൈവം എനിക്ക് വിശ്വാസത്തോടെ തന്നു. അപ്പോൾ ഭാര്യയും മക്കളൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വന്നു അവർക്ക് എതിർപ്പൊന്നുമില്ല. ശാപം തീരാൻ വേണ്ടി മലയ്ക്ക് പോയതാ. കെട്ടുനിറച്ച് പോയിട്ട് വന്നപ്പോൾ പിന്നെ ശാപം കയറി പിടിച്ചു. ഞാൻ മരിച്ചു മണ്ണോട് മണ്ണായി. എന്നെ കുത്തിക്കൊള്ള പിശാച് കൊണ്ടുപോയപ്പോൾ എൻ്റെ ദൈവം ഇറങ്ങി എന്നെ വെടിവെച്ചു. ദൈവത്തിൻ്റെ കരം ഇറങ്ങി എന്നെ വെടിവെച്ചു. മകനെ നീ ഭയപ്പെടേണ്ട, പ്രാവശ്യം നോക്കണ്ട, ഞാൻ ദൈവമാകുന്നതിന് കർത്താവ് പറഞ്ഞു. ഇനി ആ ഒരു സൃഷ്ടിക്ക് തകർക്കാൻ സാധ്യമല്ല, നീ എനിക്കായി ജീവിക്കാൻ തീരുമാനത്തോളം പറഞ്ഞു. ജീവിതത്തിലെ
ദൈവം അത്ഭുതകരമായി ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയാൻ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പോലീസ് സ്റ്റേഷനിൽ കയറി എന്നെ സൂക്ഷിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. അതൊരു വലിയ ഇതാണ്. ഇത്രയും പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ എന്നെ കർത്താവ് ഉപയോഗിച്ചു. എനിക്ക് എല്ലാവർക്കും ഉപവാസ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നത്. പിന്നെ ശുശ്രൂഷ മുഖത്ത് ഉപവാസ പ്രാർത്ഥനയുടെ മുഖത്തൊക്കെ നല്ല അനുഗ്രഹപ്പെട്ട ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കും, ഞാൻ പോകും, അവർക്ക് സന്തോഷമായി പോകുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വേല കർത്താവ് അയക്കുന്നിടത്ത് വിളിക്കുന്നിടത്ത് പോയി കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ മുഖത്ത് നോക്കി എല്ലാം ഭംഗിയോടെ ചെയ്ത് പോരും. ഇങ്ങനെ ബെത്തുകൾ ഞാനിപ്പോൾ പോകുന്നത്. സാമ്പത്തികം എങ്ങനെയാണ്? സാമ്പത്തികം ഞാനിപ്പോൾ എനിക്ക് ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന് അവിടുന്ന് ഒരു ശകലം സപ്പോർട്ട് തരുന്നുണ്ട്. ഈ ഒരു വർഷം പോലെ തന്നെ. അല്ലാത്തപ്പോൾ ഞാൻ ചർച്ചകളിൽ പോവാതെ. അല്ല, ഇപ്പം 30 വർഷം സുവിശേഷ വേല ചെയ്യല്ലോ. അത് ഞാൻ കുറച്ച് 10 വർഷം വേല ചെയ്ത് പണിയെടുത്ത. എന്ത് പണിയാണ് ചെയ്തത്? തടിപ്പണി ചെയ്ത്. അപ്പോൾ 10-20 വർഷം 20 വർഷത്തോളം തടിപ്പണി ചെയ്ത് കട്ടണസിൽ വണ്ടി ലോഡ് കയറ്റി ജലസന കട്ട ലോഡ് കയറ്റി തടിപ്പണിയാണ്, ചേണുപണിയാണ്, യൂണിയൻ പണി. അതുകൊണ്ട് കിട്ടുന്ന പൈസയും കൊണ്ടാണ് അരി മേടിച്ച ശേഷം ബാക്കി കർത്താവിൻ്റെ വേലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകും. ഈ പാസ്റ്റ് 20 വർഷമായിട്ട് ഈ ലോഡിങ്ങിൻ്റെ പണി ചെയ്തിട്ട്, കട്ടൺസ് പണി എന്ന് പറയും, ലോഡിങ്ങിൻ്റെ പണി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വീട്ടിലെ ചിലവ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ മുഴുവൻ കൺവെൻഷൻ, കൂട്ടായ്മകൾ, മീറ്റിങ്ങുകൾക്ക് സപ്പോർട്ട് ഞാൻ കൊടുക്കും. സഹായിക്കാം, ഞാൻ എൻ്റെ കഴിയുന്ന പോലെ സഹായിക്കും. അങ്ങനെ ഞാൻ സഹായിക്കും. അങ്ങനെ പോകണം. അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ വേല. 20 വർഷം പാസ്റ്റർ ഈ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്തു. പിന്നെ ഞാൻ അന്ന് നോണ്ടി ചർച്ചിലാണ്, തൊടുപുഴ ടൗൺ ചർച്ചിൽ. അവരെന്നെ സഹായിക്കുമായിരുന്നു. അവർ വണ്ടിക്കൂലിയൊക്കെ തരുമായിരുന്നു. പാസ്റ്റേ 100-300 തരുമായിരുന്നു എനിക്ക് കർത്താവിൻ്റെ വില കയറാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരുപാട് ഒത്തിരി സഹായിച്ചെന്നെ. അങ്ങനെ ഒത്തിരി സഹായിക്കാന്നുണ്ടായിരുന്നു. 500 രൂപ. ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു പ്ലാൻ, പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ പ്ലാനും പദ്ധതിയും നമ്മളിപ്പോൾ ഒരു ശുശ്രൂഷ മുഖത്താണല്ലോ, ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ 64 വയസ്സാകാൻ പോകണം. ഇനിയിപ്പോൾ പഴയതുപോലെ ഒന്നും വലിയ മെത്തേഡ് നമുക്ക്. അപ്പോൾ ഇനിയിപ്പം 10-64 വയസ്സായി. ഇനി പണ്ടത്തെ പോലും നടക്കാനും എടുക്കാനൊന്നും കാലിൽ മുട്ടുവേദനയുണ്ട്, അസ്വസ്ഥതകളെല്ലാം ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒതുങ്ങി കൂടി പറ്റുന്ന ചർച്ചിൽ ആരാനൊക്കെ കൂടി മക്കളോട് അങ്ങനെ പ്രാർത്ഥിച്ച് ഒതുങ്ങി അങ്ങനെ പോകാനാണ് ഒരു പരിപാടി. പരസ്യത്തിൽ പിടിച്ച വണ്ടി കൊണ്ട് വന്നാൽ പോകും. താളമേളൊക്കെ വായിക്കാൻ വണ്ടി കൊണ്ട് വന്നാൽ വേണം കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരിപാടി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, പരസ്യയോഗങ്ങൾക്കൊക്കെ വളരെ ശക്തമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ മതി. കാരണം 6 വർഷത്തോളം ഒരു ഭ്രാന്തനെ പോലെ തലയ്ക്ക് വെളിവില്ലാതെ തൊടുപുഴ താലൂക്ക് മുഴുവൻ പിച്ചും പേയും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ നടന്ന ഒരു വ്യക്തി ഇനി കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം, ആ വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇടുക്കിയിലുള്ള സകല പോലീസ് സ്റ്റേഷനിലും ജയിലുകളിലും കോട്ടയത്തും എറണാകുളത്തുള്ള സകല ജയിലുകളിലും 150 പോലീസ് സ്റ്റേഷൻ മൊത്തം 150 പോലീസ് സ്റ്റേഷനുകളിൽ പോയി സുവിശേഷം അറിയിച്ച തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ, കോട്ടയം 7 കളക്ടർമാരുടെ അടുത്ത് പോയി ബൈബിളും കൊണ്ട്. 7 ജില്ലാ കളക്ടർമാരുടെ അടുത്ത് ഞാൻ പോയി. 7 ജില്ലാ കളക്ടർമാരുടെ അടുത്ത് ബൈബിൾ കൊണ്ടേ കൊടുത്തു. അവരെന്നെ പിടിച്ചെടുത്ത് സാറ് പാസ്റ്റേ ഇവിടെ പുസ്തകം നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. പത്തനംതിട്ട അല്ല കോട്ടയത്തെ SP ഒരു വക്കീൽ അല്ല കോട്ടയത്തെ ഒരു കളക്ടർ പറഞ്ഞു, ഇതിപ്പോൾ ഒരു പുസ്തകം ഇത് എവിടെ കിട്ടണേ? ഞങ്ങളുടെ കത്തോലിക്കിൻ്റെ ബൈബിളെ ഇരിക്കണത്, ഗ്രേസ് എന്നാ പേര്. ഇത് എവിടെ കിട്ടും പാസ്റ്റേ? കൊണ്ടു തന്നെ നന്ദി. പൈസ വരുമ്പോൾ ചായ കുടിച്ചോ, ചോറുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. അല്ല, ഇന്നത്തെ കാലത്ത് ആരും ഇത്രയും ധൈര്യത്തോടു കൂടി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നും സുവിശേഷ വേലയൊന്നും എനിക്ക് തോന്നുന്നില്ല. കർത്താവേ, ഞാൻ ഇന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാം, അവനെ ഒതുക്കണം കർത്താവ്, ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിന്നെ മുമ്പിൽ ഞാൻ ദുർഘടങ്ങാരി താമരബാധിത ഇതിമ്പോടാമേൽ മുറിച്ചുകളയും ദൈവം. ഞാൻ പ്രാർത്ഥിക്കുമ്പം അവനെ ഒതുക്കും ദൈവം. വിശ്വസിക്കല. അത്രയും ഞാൻ ദൈവത്തിൽ കരഞ്ഞ്, ദൈവമേ ഞാൻ മരിക്കുന്ന വരെ നമുക്ക് ജീവിച്ചോളാം കർത്താവിന് ഒറ്റ വാക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ മരിക്കുന്നു, എന്നെ ഇവിടെ നടത്തുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇതൊന്നും വിഷയമല്ല സാറേ. അനേകയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുക, അനേകയിടങ്ങളിൽ ഉദ്വാസപാതങ്ങൾ പരസ്യത്തിനും ഇതെല്ലാം നമ്മൾ ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ട് ഇപ്പം ഇങ്ങനത്താണ് വേല. അപ്പോൾ ഇങ്ങനെ പാസ്റ്റർ കിട്ടിയ ആ വിടുതൽ ഇങ്ങനെ പാസ്റ്റർ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ട് അഹോരാത്രം പരിശ്രമിക്കുക. എനിക്കൊരു വേദി കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു വണ്ടി വേണം. അതായത് ഞങ്ങൾ ഇപ്പം ഒരു പരസ്യമൊക്കെ നടത്തണമെങ്കിൽ ബൈക്കിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പ്രശാന്തൊരു വണ്ടി മേടിച്ചു തരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ബൈക്കുണ്ട്, ബോക്സുണ്ട്,
ഒരു വണ്ടി കൊണ്ട് ഞങ്ങൾക്ക് അരിഞ്ഞിന് മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പരിശോധന നടത്താം. ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയതാ സാറേ. മരിക്കാൻ ഒരുങ്ങിയിരിക്കുക ദൈവത്തിനായി. ഈ പാസ്റ്ററുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു വണ്ടി ആവശ്യമാണ്. അപ്പോൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ വീഡിയോ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അമേരിക്ക, കാനഡ, UK, ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കേൾക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, ഇത്രയും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ധൈര്യത്തോടു കൂടി ബൈബിൾ കൊടുക്കുവാനും സുവിശേഷം പറയുവാനും ജില്ലാ കളക്ടർമാർക്ക് ബൈബിൾ കൊടുക്കുവാനും 7 കളക്ടർമാർ, ജില്ലാ സൂപ്രണ്ടുമാർക്ക് ബൈബിൾ കൊടുക്കുവാനും ഒക്കെ തയ്യാറായ, ജില്ലാ ജഡ്ജിമാർക്ക് ബൈബിൾ കൊടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. താൻ തൻ്റെ ഈ 30 വർഷത്തെ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഒന്നുമില്ല. ഇദ്ദേഹം പണിയെടുത്തത് മുഴുവൻ, അതായത് കട്ടൻസ് പണി എന്ന് പറഞ്ഞാൽ, ലോഡിംഗ് പണി എന്ന് പറഞ്ഞാൽ എനിക്കതറിയാം പാസ്റ്റേ. ലോഡിംഗ് പണി എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ ഹൈ റേഞ്ചിൽ ജനിച്ച് വളർന്ന വ്യക്തിയായിട്ട് ലോഡിംഗ് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രയും വലിയ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് തനിക്കും തൻ്റെ കുടുംബത്തിനും കഴിയാനുള്ള ഒരു അല്പം പൈസ മാത്രം ബാക്കി എടുത്തു വെച്ചിട്ട് ബാക്കി മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സുവിശേഷകരെ നിങ്ങൾ സഹായിക്കണം. ഞാൻ ഈ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് ഇടും. നിങ്ങൾ ഈ പാസ്റ്ററെ വിളിക്കണം. ഈ അമേരിക്കയിലുമൊക്കെ ഉള്ള ആളുകൾ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. ഒരു വാഹനമൊക്കെ ഇതുപോലെയുള്ള ദൈവദാസന്മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അത് വണ്ടി കൊണ്ടുപോകുമ്പോൾ വഴിക്ക് കേടായിപ്പോവും. പിന്നെ കട്ടറൊക്കെ വെച്ച് തക്കി കൊണ്ട് പോണത് വണ്ടി മിക്ക ദിവസം കേടായിപ്പോവും. അങ്ങനെ ഞങ്ങൾ പോണത്. അപ്പോൾ സുവിശേഷ വേല ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയിൽ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അധികം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയ വണ്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടി മതി. ഞങ്ങൾക്ക് ഇത് സഭയ്ക്കും ബോക്സ് കൊണ്ടുപോകാൻ ഒരു വണ്ടി കിട്ടിയാൽ മതി. അല്ലാതെ പുതിയ വണ്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പഴയ വണ്ടി, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്രൂയിസർ പോലത്തെ ഒരു ജീപ്പ്, ഒരു ജീപ്പ്, അതായത് മൈക്കും ബോക്സും എല്ലാം കയറ്റി വെച്ചതിന് ശേഷം ഒരു 5 പേരെ 6 പേരെയും കൂടെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വണ്ടി. അതിന് വലിയധികം വിലയൊന്നും ആകത്തില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇതുപോലെയുള്ള സുവിശേഷകന്മാർ അവരുടെ ജീവൻ പണയം വെച്ച് വയറു മുറുക്കിക്കെട്ടി അവരുടെ മക്കൾക്ക് നല്ല ഒരു സംവിധാനങ്ങൾ പോലും ചെയ്യാതെ കിട്ടിയ പൈസ മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വിനിയോഗിക്കുക. കിട്ടുന്ന പൈസക്ക് വിനിയോഗിക്കുക. എനിക്ക് തീർക്കണം. ഇപ്പോൾ പാസ്റ്റർക്ക് ഇപ്പോൾ ഒരാളൊരു വാഹനം മേടിച്ച് തരാം എന്ന് പറയുകയാണെന്നിരിക്കട്ടെ, പാസ്റ്റർ ആ വാഹനം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഞാൻ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇടുക്കി ജില്ല, ഇടുക്കി കളക്ടറെ അടുത്ത് ഞാൻ പ്രൊമോഷൻ എടുക്കും. കളക്ടർ മേലുകാവേരിയാണ്. അവിടെ ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് പരിശോധനയായി അപേക്ഷ കൊടുത്ത് സാക്ഷൻ എടുക്കും. അവിടെ ഇടുക്കി ജില്ല മിക്ക സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിശോധന ചെയ്യും. ഇങ്ങനെ ഓരോ ജില്ലകൾ പോകാനാണ്. അങ്ങനെ അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ ഈ പാസ്റ്റർക്ക് ഒരു വണ്ടി മേടിച്ച് കൊടുക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളോട്. കാരണം അത് ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ 30 വർഷമായി സുവിശേഷ വേല ചെയ്ത ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊരു വാഹനം പോലുമില്ല, സൈക്കിൾ പോലുമില്ല, ഒരു ബൈക്ക് പോലുമില്ല, സൈക്കിളുമില്ല, ഒന്നുമില്ല. വണ്ടി ഓടിക്കാൻ എൻ്റെ പിള്ളേർ വണ്ടി ഓടിക്കും, ബാഗ് ഓടിക്കും. വണ്ടി കിട്ടിയാൽ എനിക്ക് എൻ്റെ കൂട്ടത്തിലൊരു ദൈവദാസൻ ഒറ്റ പാട്ട് പാടി 20,000 സെറ്റെടുത്ത് കൊടുത്തു. ആൾക്കൂടുന്നു. ഇപ്പം ഞാനീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇപ്പോൾ ഒരു പാസ്റ്റർ ഇവിടുന്ന് അമേരിക്കയിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് 25-50 ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സുവിശേഷകന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊന്നും ലഭിക്കുന്നില്ല. പണം ഈ കൺവെൻഷൻ പ്രസംഗർ എന്ന് പറയുന്ന ഈ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ പൈസ കൊണ്ട് അവർ സ്വന്തമായി വലിയ വീടുകൾ വെക്കുന്നു, വലിയ വില കൂടിയ കാറുകൾ വാങ്ങിക്കുന്നു. ഒരു കാറല്ല, പല കാറുകൾ വാങ്ങിക്കുന്നു. അവരുടെ മക്കളെ കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിച്ചു വിടുന്നു. അവരുടെ മക്കൾക്ക് വേണ്ടി നല്ല വീടുകൾ വെക്കുന്നു, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, നല്ല മുന്തിയ ഹോട്ടലുകളിൽ അവർ താമസിക്കുന്നു, മുന്തിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സുവിശേഷകന്മാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം ഈ അവസ്ഥ. അപ്പം നിങ്ങൾ അവർക്കൊക്കെ കൊടുക്കുന്ന പൈസയൊക്കെ കുറച്ചിട്ട് ഇതുപോലെയുള്ള ദൈവദാസന്മാരെ സഹായിക്കാൻ നിങ്ങൾ രംഗത്ത് വരണം.
അല്ലെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് ഞങ്ങൾ പറയാനുള്ളത്. ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. ശിക്ഷാവിധി. കാരണം ഇവരെയൊക്കെ സഹായിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവരൊക്കെ റോഡിലിറങ്ങി നിന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ അത് ആളുകൾ കേൾക്കും. അല്ലാതെ ഈ ഗൾഫിലും അമേരിക്കയിലെല്ലാം പോയി കിടന്ന് കറങ്ങി അവിടെ കള്ളപ്രവചനവും നടത്തി ഇതുപോലുള്ള വിടുതൽ ശുശ്രൂഷയാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് ഇവനൊക്കെ ഈ അവൻ്റെയൊക്കെ വീട്ടിൽ പോലും അല്ലെങ്കിൽ സമൂഹത്തിൽ പോലും ആ വില്ലേജിൽ പോലും അവർക്കൊന്നും യാതൊരു വിലയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ദൈവദാസന്മാരൊക്കെ റോട്ടിലിറങ്ങി നിന്നൊരു സുവിശേഷം പ്രസംഗിച്ചാൽ അവരുടെ അനുഭവം, കർത്താവായ യേശു ക്രിസ്തുവിൽ അവർക്ക് ലഭിച്ച രക്ഷ, സൗഖ്യം, ഇതെല്ലാം അവർ ഒന്ന് പറയാൻ തയ്യാറായി. ജനം രക്ഷിക്കപ്പെടും. ജനം കർത്താവിനെ കാണും. അവരുടെ പാപ വഴികളെ അവർ ഉപേക്ഷിക്കും. ജയിലുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി സുവിശേഷം പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ നിങ്ങൾ സഹായിക്കുകയും ഇദ്ദേഹത്തിനൊരു വാഹനം മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. വാഹനം കിട്ടിയാൽ ഞങ്ങൾ അഭിഷ്ടം നമ്മൾ കർത്താവിൻ്റെ വേലയും ഞങ്ങൾ വേല ചെയ്യുന്ന റിപ്പോർട്ട് സാറ് പറഞ്ഞത് കൊണ്ട് കൊടുക്കും, അയക്കും. നമുക്ക് അവരറിയണ്ടേ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പാസ്റ്റർ ആളുകൾ വിളിക്കും. ദൈവം പ്രവർത്തിക്കും. കാരണം ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്ത പല ദൈവദാസന്മാർക്കും മൈക്ക് സെറ്റ്, വണ്ടി, അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥതയില്ലാത്തൊരു പ്രവർത്തനമാണ്. ഞാൻ ഈ ഇതിൻ്റെ അകത്ത് പാസ്റ്ററുടെ നമ്പറാണ് ഇടുന്നത്, എൻ്റെ നമ്പറല്ല. എന്നെ ആരും വിളിക്കില്ല. അപ്പോൾ എന്തെങ്കിലും സഹായിക്കാനുള്ളൊരു പാസ്റ്റർ നേരിട്ട് സഹായിക്കും. ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി എന്തെങ്കിലും ഒരു സഹായം പാസ്റ്റർ കിട്ടിയാൽ എന്നോട് പറയുകയും വേണ്ട. ഇതാണ് ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ദേവിദാസന്മാരുടെ അടുത്ത് ചെല്ലും, അവരെ കാണും, അവരെ പരിചയപ്പെടുത്തും, അവരുടെ ഫോൺ നമ്പർ കൊടുക്കും. അവർക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം. നമ്മളോട് പറയേ വേണ്ട. നിങ്ങളെ ഏൽപ്പിച്ച, കർത്താവ് ഏൽപ്പിച്ച സുവിശേഷ വേല വിശ്വസ്തയോടെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയൊന്നും പാസ്റ്റർക്ക് പറയാനില്ലല്ലോ. ഒന്നും പറയാനില്ല. കർത്താവിൻ്റെ വേലയൊന്നും. അപ്പോൾ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. വാക്തത്വമുള്ള വിശ്വത്തിനും വാക്കു മാറാത്ത സ്വർഗത്തിലെ ദൈവമേ, ബഹുമാനിയ കർത്താവിന് ദാസൻ കടന്നു വന്ന് കർത്താവേ, ഇങ്ങനെ വേദി കർത്താവ് ഒരുക്കി തന്നുള്ള കർത്താവേ, ഇതിനു മുമ്പിൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ. കർത്താവേ, അവങ്കലേക്ക് നോക്കിയ പ്രകാശതരായി അവരുടെ മുഖമോ രക്ഷിച്ചു പോയതില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ബഹുമാന്യ ദാസൻ എന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഇത്ര കാര്യം സംസാരിച്ചല്ലോ ദൈവമേ. ദാസൻ്റെ ഉള്ളം കർത്താവ് അറിയുന്നല്ലോ. അല്പപ്രതി വെളിപ്പെടുമാറാകണമേ. ദൈവങ്ങൾ സംസാരിക്കുമാറാകണമേ. കർത്താവിൻ്റെ വേല ഇനി അരേഖടയിൽ പോകാനുണ്ട് കർത്താവേ. ഞങ്ങൾ വേല ചെയ്ത് തീർക്കാനുണ്ട് കർത്താവേ. ഇതെല്ലാം ദൈവമേ ഞങ്ങൾ സ്വസ്ഥതയായിട്ട് ചെയ്യുവാൻ ഒരു വഴി തുറക്കേണ്ടതിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ കൊടുത്ത് പരിപാലിക്കണം. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.